നിന്നെ ഞാനങ്ങ് കൊന്നാലോ? എന്നെ കഴുത്തിഞ്ഞിരിക്കും പോലെ കാണിച്ച് പറഞ്ഞതും മൂത്താപ്പ ഒന്ന് പിടിച്ചു മാറ്റി. ഇല്ലിലിപ്പോ കൊന്നേനെ തിണ്ടി. നിന്റെ ആജു മോശക്കാരനൊന്നുമല്ല, ഇവളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാനും കണ്ടതല്ലേ. ഞാൻ പതിയെ മൂത്താപ്പാന്റെ പിന്നിൽ കയറി കൂടി. വെറുതെ തല്ല് വാങ്ങേണ്ടല്ലോ. ഇവളെ സ്വഭാവം വെച്ച് അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം അവനെ ചൊറിയാൻ പോകാത്ത ദിവസം ഉണ്ടോ ഇവൾക്ക്? മര്യാദക്ക് നാളെ മുതൽ ഈ വീടിന്റെ മുറ്റത്തിറങ്ങാൻ നിന്നോണം. കക്ഷി വാണിങ് തന്നു പോയതും നമ്മൾ അമ്മയെ തുറച്ചു നോക്കി. 2 ദിവസമായി കയ്യും പിടിച്ച് പോയിട്ട് വാങ്ങിത്തരുന്നതാണിത്. എന്നാലോ ആളെ പിന്നെ കാണൂല. ആ നാളെ മുതലല്ലേ പെയിന്റ് അടി, അപ്പൊ അകത്തിരുന്ന പോറടിക്കില്ല. ആ അതെങ്കിലും അത്. അജുന് ഇന്നോ പിന്നെ തലീറ്റോ? അനുമോള് വന്ന് ചോദിക്കുന്നത് കേട്ട് ഞാനൊന്ന് വിളിച്ച് കാണിച്ചു. ചെളിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ആ കോപ്പിനെയാണ്. അതിന്റെ തലയും മുഴുവൻ ചെളിയാവും അല്ലാണത്. അജു, ആ പെണ്ണ് കാണാൻ കൊള്ളാമോ? അന്ന് ചോദിച്ചപ്പോ നോക്കിയില്ലെന്നല്ലേ നീ മോളോട് പറഞ്ഞത്? ഇന്ന് നോക്കിയില്ലേ? ഇത്ത ചോദിക്കുന്ന കേട്ട് ഞാൻ നോക്കിയത് ഉപ്പച്ചിയാണ്. ആള് നമ്മളെ നോക്കിയൊന്ന് വിളിച്ചു. അപായ സൂചനയല്ലേ അത്? അതിനെന്റെ തലയിൽ കെട്ടി വെക്കാൻ ലിളി. ഏയ്, കാണാൻ ഒട്ടും കൊള്ളില്ലെന്നേ. ഒരുമാതിരി വൃത്തികെട്ട ജന്തു. ആ മോന്ത കണ്ടാൽ തന്നെ 2 കൊടുക്കാൻ തോന്നും. നീ ആരെ പറ്റി അജു പറയുന്നേ? ഉപ്പച്ചി, വീട് കത്തുമ്പോ വാഴ വെട്ടല്ലേ. ആ പെണ്ണിനെ പറ്റി തന്നെ, അല്ലാതെ വേറെ ആരെ പറ്റി പറയാൻ? ഹേയ്, ആ പെണ്ണ് 2 ദിവസത്തിന്റെ കടയിൽ വന്നതല്ലേ, കാണാനൊരു മാലാകുട്ടി. അതിനെയാണോ നീ വൃത്തികെട്ട ജന്തു എന്നൊക്കെ പറഞ്ഞത്? ഇങ്ങക്ക് പ്രായം കൂടിയെങ്കിലും പഴയ കോയിത്തത്തിന് ഒരു കുറവില്ലല്ലേ. ഉമ്മച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ല കേട്ടോ. ഞാൻ ഉപ്പച്ചിക്കുള്ള പണിയും കൂടെ നൈസായിട്ട് തടിയൂരി. പെണ്ണുങ്ങളെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഉപ്പച്ചിയുടെ കാര്യം തീരുമാനമായി. ഞാൻ കണ്ണാടിയിൽ നോക്കി മുടി ചീക്കുമ്പോഴാണ് അവളെ കിസ് കിട്ടിയത് ഓർമ്മ വന്നത്. അവിടെ ഒന്ന് തൊട്ട് നോക്കി. ആ സീൻ്റെ ഓർത്ത് വന്നു. പിന്നെ അവൾ പറഞ്ഞ താടിയിലായി നമ്മളെ നോട്ടം. ഇത് ചേവ് കളയാൻ പറഞ്ഞിരിക്ക് നമ്മളെന്നും തള്ളിയിടാൻ വരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നീട്ടി വളർത്ത പോലെ സന്യാസി ആവേണ്ടിയും വരും. ഒന്നുകൂടി കവളിൽ അവളെ കിസ് കിട്ടിയ സ്ഥലം നോക്കിയതും അവൾ ഡെറ്റോളിട്ട് കഴുകണമെന്ന് പറഞ്ഞത് ഓർമ്മ വന്നു. എന്റെ ഇത്രയും നല്ല മുഖത്ത് നോക്കി അവൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി? കാണാൻ മാലാകെ പോലെയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഒരു കൂട്ടിപ്പിശാശ അത്. എന്താണ് മോനെ കണ്ണാടി നോക്കിയൊരു ആലോചന? അതെ, ഞാൻ താടി ഒന്ന് ഷേവ് ചെയ്താലെന്ന് ആലോചിച്ചതാ. അത് കേട്ട് ഉപ്പച്ചി നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ നന്നായി വിളിച്ചു കൊടുത്തു. ഷേവ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷേ താടി വളരുന്നത് വരെ നീ പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടല്ലോ. പെൺപിള്ളേർ ക്യൂ നിൽക്കും. അമ്മ അതൊരു ലുക്കല്ലേ. ഇങ്ങളാക്കിയതൊന്നല്ലല്ലോ. അല്ലടാ, നിനക്ക് താടിയൊക്കെ വരുന്നതിന് മുമ്പേ നീ എന്തൊരു ഗ്ലാമറായെന്നൊന്ന് നിനക്ക് അറിയോ? ഇല്ലല്ലോ. എനിക്കത് നന്നായി സുഖിച്ചു. എന്നാ പിന്നെ താടി കളയാം അല്ലേ? ആടെങ്കിൽ ഉള്ള താടി കൊണ്ട് നിന്നോണം. നീ ഇന്ന് എന്നെ ഒറ്റ കൊടുത്തില്ലേ, അതിനുള്ള ശിക്ഷയായി കണ്ടാ മതി. എന്റെ സ്വന്തം താടിയല്ലേ, എല്ലാവർക്കും ഇതിലാണല്ലോ നോട്ടം. ഉപ്പച്ചി, ഇങ്ങക്ക് ഞാൻ മൊഞ്ചായി നടക്കുന്നത് കണ്ണി പിടിക്കില്ലല്ലേ. കിടന്നപ്പോഴാണ് അമ്മയെ ഓർമ്മ വന്നത്. ദൈവമേ, അതിനവൻ തല്ലിക്കൊന്നാവും. എങ്ങനെയെങ്കിലും നന്നാവട്ടെ. ആ സന്തോഷത്തിൽ അവൻ നന്നായി ഉറങ്ങി. ഒരുത്തി കുറെ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഉറക്കൊന്നുമില്ലെന്നാ തോന്നി. ഞാൻ പിന്നെ നല്ലൊരു പാട്ട് വെച്ച് കിടന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു പെണ്ണിങ്ങനെ നടക്കുന്നത് സിനിമയിലൊക്കെ മാനസമേനെ പാടി നടക്കുന്ന ആണുങ്ങളാണ്. നീയല്ല എൻ്റെ കൂടെ ഉള്ളത്. നിന്നെയും കൊണ്ട് എവിടെ പോയാലും പട്ടി ചന്തക്ക് പോയ വല്ല അവസ്ഥയാ. അതുകൊണ്ടാ എനിക്കിന്നെ നടക്കേണ്ടി വന്നത്. പട്ടി ചന്തക്ക് പോവോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് ചന്തയിൽ പോയാലും ഏതെങ്കിലും ഒരു പട്ടി ഉണ്ടാവും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നിനക്ക് തമാശയല്ലേ? നാളെ നിശ്ചയം എന്ന് വെച്ചാൽ കല്യാണത്തിലുള്ള ഡേറ്റ് തീരുമാനിക്കുന്നത്. ഒരുപാട് ആളൊക്കെ ഉണ്ടാവോ? എന്തിനാ? അപ്പൊ ഫുഡൊക്കെ ബിരിയാണി ആവൂലേ? ഓ എടി, അവിടെയാണ്, ഇവിടെ അല്ല. അവള് സ്വയം കഴുത്ത് നരിച്ച് കാണിച്ചു. 2 ദിവസമായി ബിരിയാണി തിന്നിട്ട്. നാളെ നോഫിക്ക വരുമോ? ഉപ്പച്ചി വിളിക്കുന്ന കേട്ടു. വരുമായിരിക്കും. എങ്കിലേ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഏറ്റു. എങ്ങനെ? ആളെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരും. നീ ആ തെങ്ങിന്റെ മറവിൽ നിന്നാ മതി. ആളെ കണ്ടാ പിന്നെ ബെബബ അടിച്ച് നിൽക്കാതെ പെട്ടെന്ന് പറയണം കേട്ടല്ലോ. പിന്നെ ഒരു ചാൻസ് കിട്ടിയെന്ന് പാടില്ല. നീ ആളെ വിളിക്കുമ്പോ ആരെങ്കിലും കണ്ടാ നീ കുടുങ്ങില്ലേ? അതല്ലേലും ഞാൻ കുടുങ്ങും. നീ നിന്റെ കരുനാക്ക് പഠിച്ചോറൊന്നും പറയാതെ പറയാനുള്ളത് ബൈഹാർട്ട് പഠിക്ക്. പരീക്ഷയ്ക്ക് നമ്മൾ എത്ര കാണുന്ന പഠിച്ചു പോയാലും ക്വസ്റ്റ്യൻ കാണുമ്പോ എല്ലാം മറന്നു പോകില്ലേ? അതുപോലെ ആ ചെക്കനെ കാണുമ്പോ എല്ലാം മറന്നു പോകരുത് കേട്ടല്ലോ. അവളിരുന്ന് പഠിക്കാൻ തുടങ്ങി. പഠിക്കാൻ മാത്രമല്ല, പഠിക്കുന്നത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. തലവഴി പുതപ്പെട്ട് ഞാൻ കിടന്നു. വെളുപ്പാൻ കാലത്ത് തന്നെ അവളെ തന്നെ വിളിച്ചുറത്തി. ഓളെ കാമുകൻ വെറുതെ നോക്കാൻ നിർത്തിയേക്കുവാ. ഹോർലിക്സ് പോലും കുടിക്കാൻ പറ്റില്ല. നോഫിക്ക വരുന്നത് കണ്ടപ്പോൾ ഞാൻ താഴേക്കോടി. എങ്ങനെ ഞാൻ അവളെ വിളിക്കുവോ? ഞാൻ മെല്ലെ കിച്ചൺ വഴി പുറത്തേക്ക് ഇറങ്ങി. ആ മൊഞ്ഞ ചെക്കനെയും വായും വിളിച്ച് നോക്കി നിന്നു. ഇതിനെയും വെയിറ്റ് ചെയ്തല്ല അമ്മയോട് നിൽക്കുന്നത്. അവനെ നോക്കി ഞാൻ എന്നെ ഒന്ന് നോക്കാൻ നല്ലോണം പ്രാർത്ഥിച്ചു.
ഏത് ഭാഗത്ത് പെണ്ണുണ്ടോ അവിടെ മാത്രം കോപ്പ് നോക്കില്ലല്ലോ. ആമിക്കയും പാപ്പച്ചയ്ക്ക് റെഡിയായാവോ? അവര് വരുന്നതിന് മുമ്പേ ഇവനെ കൊണ്ട് നോക്കിക്കണം. അല്ല പിന്നെ ഞാൻ കയ്യും കലാശൊക്കെ കാണിച്ച് മടുത്തപ്പോ ഒരു കല്ലെടുത്ത ആളെ ഉന്നം വെച്ചെറിഞ്ഞു. പടച്ചോനെ, നമ്മൾ ഏത് മാങ്ങ കല്ലെറിയുന്നോ ഇന്നേവരെ ആ മാങ്ങ കൊണ്ടിട്ടില്ല. അന്ന് അജുനാണെങ്കിൽ ഇന്ന് അമിക്കാണല്ലോ. പടച്ചോനെ, ഇങ്ങനെയാണെങ്കിൽ അമിക്കാൻ എറിഞ്ഞാൽ മതിയേനു, അങ്ങേർക്ക് കൊണ്ടേനെ. ആമിക്ക കലിപ്പിൽ നമ്മൾ അടുത്തേക്ക് വരുന്നത് കണ്ടതും ഞാൻ അകത്തേക്ക് ഓടണോ പുറത്തേക്ക് ഓടണോ ചിന്തയിലായിരുന്നു. അമ്മേ, നീ അറിഞ്ഞോ ഇന്നെന്റെ അന്ത്യടി? ഓടാൻ നിൽക്ക എന്റെ കയ്യിൽ പിടി വീണു. ആ സമയത്ത് ആ കോപ്പം തിരിഞ്ഞു നോക്കി. ഭാഗ്യം ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്റെ തല തല്ലി പൊട്ടിക്കാനാണോ ഇവിടെ നിന്നത്? ആമിക, ഞാൻ കാക്കി എറിഞ്ഞതാ. ഞാൻ നല്ല നിസ്കു കാണിച്ചോണ്ട് പറഞ്ഞു. കാക്ക എന്റെ തലയിലാണ് ഇരിക്കുന്നത്. ഓ, ആ തലയിൽ ഇനി കാക്ക വന്നിരിക്കാതിന്റെ കുഴപ്പമല്ലേ ഉള്ളൂ. ആദ്യം ഞാൻ എറിയുമ്പോ അവിടെ കാക്ക ഉണ്ടായിരുന്നു, അത് ഓടി. അപ്പൊ തന്നെ അമിക്ക വന്നു. കാക്ക ഓടിയെന്നോ? ആലപ്പ പറന്നുപോയി. ഇവിടെ മനുഷ്യ തീയില ചവിട്ടി നിൽക്കുന്നത്. അപ്പോഴാ അങ്ങനെ ഒടുക്കത്തെ സംശയം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആണെങ്കിൽ ഒതുക്കി നിന്നോണെന്ന്, അല്ലെങ്കിൽ ഞാനിവിടെ നിന്നെ പിടിച്ച് പുറത്താക്കും. വീട്ടിൽ പോയി ഒറ്റയ്ക്ക് എന്താന്ന് വെച്ചാൽ അയക്കോ. ഒറ്റക്കോ? രാവിലേക്ക് പേടിച്ചാൽ എന്നെ കാണേണ്ടി വരും. ഞാൻ തലയാട്ടി സമ്മതിച്ചപ്പോ തന്നെ മൂപ്പര് പോയി. തലയെ മുടിഞ്ഞുകൊണ്ടാണ് പോണത്. വല്ലതും പറ്റിയാവും. ഞാൻ പിന്നെ എന്തേലും ആവട്ടെ എന്ന് കരുതി അകത്തേക്ക് കയറാൻ നിന്നതും ദേ എന്നെ നോക്കി ചിരിക്കുന്ന മൊഞ്ചൻ. ഇവനിങ്ങനെ ചിരിക്കാനൊക്കെ അറിയും. വെറുതെ അല്ല അവള് മൂക്കുത്തി വീണത്. ഞാൻ ആളെ നോക്കി നല്ല അടാറ് ചിരിയും കൊടുത്തു. ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇതാ പറ്റിയ സമയം. അതെ, ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ, എന്നോടാണോ? ഞാൻ കുട്ടി വിചാരിക്കുന്ന പോലെയല്ല, എന്നെ വിട്ടേക്ക്. അങ്ങേര് ചുറ്റും നോക്കി പറയുന്നത് കേട്ട് എന്റെ കിളികൾ നാട് വിട്ടു. എന്നെ പറ്റി വലുതും അറിഞ്ഞു വേണോ? ആരെയോ കാര്യമായിട്ട് ഫോണിൽ വിളിക്കുന്ന തിരക്കിലാണ് അമിക്ക. കക്ഷിയാണെങ്കിൽ ഇവിടെയുള്ള തെങ്ങിന്റെ എണ്ണ എടുക്കാന്ന് തോന്നുന്നു. ഓരോന്നും ചായ നിൽക്കുന്നത് കാണാം. അതെ, ഇങ്ങ് വന്നേ, എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അങ്ങേരാണെങ്കിൽ എനിക്ക് മുഴുത്ത വട്ടാണെന്ന രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. കുട്ടിക്ക് എന്താ വേണ്ടത്? കുട്ടി വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ദേ ഒന്നൊക്കെ തന്നാലുണ്ടല്ലോ. നിങ്ങളോടൊരു കാര്യം പറയാണെന്ന് പറഞ്ഞില്ലേ? അല്ല, എന്നോടെന്ത് പറയാൻ? അതിനല്ല നിങ്ങളെ വിളിക്കുന്നേ. രണ്ടും കണക്കാ. ഒരിക്കലും ഒന്നും മനസ്സിലാവില്ല. നമ്മൾ പിന്നെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒരിക്കലും മനസ്സിലാവില്ലല്ലോ. ഡേയ്, നീ എന്താടി കുറെ നേരമായല്ലോ അവരെ നോക്കി കൊനിസ്റ്റ് കാണിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്താടി വേണ്ടത്? പഠിച്ചോനെ, ഈ കള്ളം പറയാൻ എന്റെ വായിലില്ല. എല്ലാം തീർന്നെന്നാ തോന്നുന്നേ. ആ അതെ, ഞാനില്ലേ ദുബായിലേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചതാ. അവൻ വായു പൊളിച്ച് നോക്കുന്നുണ്ട്. മറ്റോ പിന്നെ ഇനിയും വായ തുറന്ന ആന പോലും അകത്തേക്ക് കയറി പോകുന്ന അവസ്ഥയിലാണ്. അതറിയാനാണോടി നീ ഇവനെങ്ങനെ ശല്യം ചെയ്തത്? നിന്നെ കണ്ടിട്ട് തന്നെ അതൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് മുന്നേ അങ്ങനെ ആയിപ്പോയി, ഇനി അത് മാറില്ല. എന്താണോ എന്നോട് ഇവള് പറഞ്ഞത്? എന്തോ പറയാനെന്ന് പറഞ്ഞു. കുറെ നേരമായി ശല്യം തുടങ്ങിയിട്ട്. തെണ്ടി, നിനക്കുള്ളതേ ഞാൻ വഴിയെ തന്നോളാം. ആമിക്ക് എന്നെ തുറിച്ച് നോക്കിയത് നെക്സ്റ്റ് കള്ളം ചിന്തിച്ച് ഞാൻ നിന്നു. എന്താണ് നിനക്ക് ഇവനോട് പറയാൻ മാത്രം? അതില്ലേ, ഞാനില്ലേ. നീ എന്താണ് ഇവരുടെ പ്രശ്നം? ബാപ്പച്ച അതും ചോദിച്ച് വന്നത് ഞാൻ പിന്നിൽ ചെന്ന് നിന്നു. കുഞ്ഞിപ്പിങ്ങോട്ട് മാറി നിൽക്ക്, ഇവിടെ അസുഖം എന്നത്തോടെ ഞാൻ തീർക്കും. ബാപ്പച്ചയെ മാറ്റി നിർത്തി എന്നെ പിടിച്ച് മുന്നോട്ടിട്ടപ്പോൾ തന്നെ ഏതാണ്ട് എൻ്റെ മയ്യത്തൊക്കെ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ പെൺകുട്ടികൾ കാണുകളെ കൊണ്ടാ ശല്യം. ഇതിപ്പോ പെണ്ണിനെ കൊണ്ട് ഒരു ചെക്കിന് നേരെ ചുവയോടെ വരാൻ പറ്റില്ലെന്ന് വെച്ചാൽ എന്താണ് ഇതിനെപ്പറ്റി എല്ലാവരും കരുതുക? നിനക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാ എന്നോട് പറ, ഞാൻ തീർത്തു തരാൻ നിന്റെ സൂക്കേട്. ഇങ്ങനെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ ആരോട് പറയും? ഡേയ്, മര്യാദക്ക് സത്യം പറ. ഹാ, വെട്ടി കളമോനെ, അവളെന്തെങ്കിലും വികൃതി കാണിച്ചെന്ന് വെച്ച്. മൂത്താപ്പ് പറഞ്ഞെങ്കിലും കോപ്പ് നമ്മളെ വിട്ടില്ല. എല്ലാവരെയും നമ്മൾ ദയനീയമായി നോക്കിയെങ്കിലും ആമയ്ക്ക് നമ്മളെ വിടുന്ന മട്ടില്ല. പറയടി. എന്നല്ലറിയത് ഞാൻ നല്ലോണം പേടിച്ചു വിറച്ചു. എന്റെ കള്ളത്തിലൊക്കെ തീർന്നാവോ? ഞാൻ പറഞ്ഞെന്നെ അടിക്കുവോ? ഏയ് ഇല്ല, മിക്കവാറും നിന്നെ കൊല്ലും, അത്രയും ഉണ്ടാകും. എങ്ങനെ എന്നെ കൊല്ലും? മാമിയെ കൂടി കൊന്നോ? അവള് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ വിളിച്ചത്. നീ ഓരോന്ന് ചെയ്തിട്ട് എല്ലാം കൂടി അവളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്ക. ഞാൻ എന്ത് ചെയ്തു എന്നാ? കുഞ്ഞിനാളി തൊട്ട് ഇനി ഒപ്പിക്കുക ഇഷ്ട, വേറെ ആരെയും കേട്ടാ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് കുഴിമന്തി ഒരു ബോക്സ് ഐസ്ക്രീം വാങ്ങിത്തരുമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തന്നെ പറയാന്ന് വെച്ചത്. എല്ലാവരും ഷോക്കടിച്ച പോലെ പരസ്പരം നോക്കി നിൽക്കുക. ആരെ വകയാണ് തല്ല് കിട്ടുന്നെന്ന് അറിയാതെ ഞാനും അവരെ നോക്കി നിന്നു. സത്യാനോട് നീ പറഞ്ഞത്? അപ്പൊ തന്നെ അമ്മിക്ക് അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ എല്ലാവരും. പിന്നെ നമ്മളായിട്ട് എന്തിനാ നിൽക്കുന്നേ? ഞാനും പിന്നാലെ ചെന്നു. തല്ല് തന്നെയാവും. കുറച്ച് അകലം പാലിച്ചു നിന്നു ഞാൻ. മുറിയിലെങ്കും അവളെ കാണാതെ എല്ലാവരും തിരച്ചിൽ തുടങ്ങി. എന്നെ കുഴിയിലിട്ടിട്ട് എവിടെ പോയി തെണ്ടി? അയ്യോ, എന്റെ മോള് വല്ല കടുങ്ങയും ചെയ്ത് കാണോ എന്തോ. അവളോടൊരു വാക്ക് ചോദിക്കാതെ എല്ലാം സ്വന്തം ഇഷ്ടത്തിന് തീരുമാനിച്ചതുകൊണ്ടാ എന്റെ മോൾക്ക് ഈ ഗതി വന്നത്. മൂത്തമ്മ അലറിക്കരഞ്ഞ് പറഞ്ഞത് നമ്മളെ ഉമ്മച്ചി പിടിച്ചു വെച്ചു.
അവളെന്നാലും പെട്ടെന്ന് എവിടെ പോയി? എല്ലാവരും നോക്കി, പിന്നെ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നു. വീണ്ടും ഞാൻ പെട്ടോ? സത്യമായിട്ട് അവള് പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ പട്ടി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകായിരുന്നില്ലേ? എന്നെ ഇവിടെ ഒറ്റക്കിട്ട് കൊടുത്ത് മുങ്ങിയല്ലേ? എന്നാൽ എന്നെ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് ഇവളുടെ എവിടെ പോയി? എടാ മോനെ, വല്ല കുളത്തിലും ചാടിച്ചാകുന്നതിന് മുമ്പേ കൊണ്ടുവരാൻ നോക്കവളെ. ബാപ്പച്ചി പറഞ്ഞത് ഞാൻ ഞെട്ടി. അവൾ ഇത്ര പെട്ടെന്ന് ചാകാൻ പോയോ? ഞാൻ ഇറങ്ങുമ്പോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഏതുവഴി പോയി? എല്ലാവരും ഇറങ്ങിപ്പോയതും ഞാൻ പിന്നാലെ ഇവിടെ നിൽക്കേ. ദേ ഒരു കാല്, അത് കട്ടിലിനടിയിൽ.